സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലാണ് വലിയ പ്രതിഷേധമുണ്ടായത്. സർവേ കല്ലുകൾ സ്ഥാപിക്കാനെത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. സർവേ കല്ലിടലിനെതിരെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയാണ് സ്ത്രീകൾ അടക്കമുള്ളവർ പ്രതിഷേധിച്ചത്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിവീശി. കല്ലിടൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ പോലീസ് നടപടി സംഘർഷത്തിനിടയാക്കി. സ്ത്രീകളടക്കമുള്ളവരെ വലിച്ചിഴച്ചാണ് സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് നീക്കിയത്. പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി എത്തിയ കേരള കോൺഗ്രസ് നേതാക്കളായ ജോസഫ് എം പുതുശ്ശേരി, വി ജെ ലാലി എന്നിവരടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷന് മുൻപിലേക്ക് നേതാക്കളും പ്രതിഷേധക്കാരും സംഘടിച്ചെത്തിയത് സംഘർഷത്തിനിടയാക്കി. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ സംയുക്ത സമരസമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹർത്താലിനെ UDF-ഉം BJP-യും പിന്തുണച്ചു. ഞങ്ങളുടെ ആവശ്യം കേരളയിൽ അതിൻ്റെ മഞ്ഞക്കല്ലിടാൻ അനുവദിക്കില്ല. പക്ഷെ കുറച്ചുകൂടി വിവേകവും പക്വതയും പോലീസ് കാണിക്കണമായിരുന്നു. ഒരു ജനക്കൂട്ടത്തെ സമാധാനപൂർവ്വമായി സമ്മേളിച്ച ജനക്കൂട്ടത്തെ, അതും നിരവധി സ്ത്രീകളെ, വീട്ടമ്മമാരെ, കുഞ്ഞുങ്ങളെ, അവരോടൊക്കെ മോശമായി പെരുമാറി അവരെ അടിച്ചമർത്തി കേരളയിൽ സ്ഥാപിക്കാമെന്ന് വിചാരിച്ചാൽ അത് കേരളത്തിൽ നടക്കത്തില്ല. തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഒരു സമരത്തോട് കാണിക്കേണ്ട പാകതയും പക്വതയും പോലീസ് കാണിച്ചില്ല. നിരവധി ആളുകളെ പിടിച്ചു വലിച്ചു മർദ്ദിച്ചു, വലിച്ചുകൊണ്ടുപോയി. അത്തരത്തിൽ ക്രൂരമായി ഒരു മനസാക്ഷിയില്ലാതെയാണ് പെരുമാറിയത്. ഇത്തരമൊരു സമാധാനപരമായി നടക്കുന്ന സമരത്തെ ഇങ്ങനെയാണോ പോലീസ് കൈകാര്യം ചെയ്യേണ്ടത്? സമാധാനം സ്ഥാപിക്കേണ്ട, സമാധാനം ഉറപ്പാക്കേണ്ട പോലീസ് സമാധാന ലംഘനം നടത്തുകയാണ്, നിയമലംഘനം നടത്തുകയാണ്. കേരളിന്റെ പേരിൽ സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായിസത്തിനാണ് കേരളത്തിലെ പോലീസ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അത് നടക്കാൻ പോകുന്നില്ല. കോട്ടയത്ത് നിന്ന് മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ്, വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയി. നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഈ സർവേക്കല്ല് സ്ഥാപിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണോ നാട്ടുകാർ? സമരത്തെ നേരിട്ട രീതിയടക്കം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ടല്ലോ. നിമി, ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലാണ്. ഇന്ന് സംഘർഷാവസ്ഥയൊക്കെ തന്നെ ഉണ്ടായ ഈ സ്ഥലത്ത് തന്നെയാണ്. നിലവിൽ ഇവിടെ സ്ഥിതിഗതികളൊക്കെ തന്നെ അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെ മാറി, സ്ഥിതിഗതികൾ ശാന്തമാണ്. എന്താണെങ്കിലും ഇവിടെ സർവേ കല്ലിടാൻ അല്ലെങ്കിൽ അടയാളക്കല്ലിടാൻ വന്ന ഉദ്യോഗസ്ഥർ അടയാളക്കല്ല് സ്ഥാപിച്ചു. അവർ പോലീസ് സുരക്ഷയിലാണ്. ഉച്ച കഴിഞ്ഞ് ഈ പ്രവർത്തകരെയും സമരക്കാരെയും ഒക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷമാണ് ഇവിടെ അടയാളക്കല്ലുകൾ അവർ സ്ഥാപിച്ചത്. എന്താണെങ്കിലും വലിയ പ്രതിഷേധവും ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും അതിര് കടന്ന ഒരു നടപടിയായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് നടപടി സ്ത്രീകളടക്കമുള്ള ആളുകളെ വലിച്ചിഴച്ചായിരുന്നു പോലീസ് വാഹനത്തിൽ കയറ്റിയത്. 23 പേരെ, 4 സ്ത്രീകളടക്കം 23 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുതിർന്ന നേതാവായിട്ടുള്ള ജോസഫ് എം പുതുശ്ശേരി, ഒപ്പം തന്നെ വി ജെ ലാലി എന്നിവർക്ക് വലിയ രീതിയിലുള്ള പരിക്കും ഏറ്റൊരു സാഹചര്യം ഉണ്ടായി. എന്താണെങ്കിലും ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ ഇന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ അടയാളക്കല്ലുകൾ സ്ഥാപിക്കുമെന്ന വിവരം അറിഞ്ഞ് ഇവിടെ പ്രതിഷേധക്കാരും നാട്ടുകാരും സംയുക്ത സമരസമിതി നേതാക്കളും BJP, കോൺഗ്രസ്, SUC നേതാക്കളൊക്കെ തന്നെ തടിച്ചുകൂടിയത്. എന്താണെങ്കിലും ആദ്യഘട്ടത്തിൽ ഇവിടെ ഈ അടയാളക്കല്ലുകൾ കൊണ്ടുവരാൻ വന്ന വാഹനത്തിന്റെ ചില്ല് ചിലർ തകർത്തു. ഇത് പുറത്തു നിന്നെത്തിയ ചില ആളുകൾ ചെയ്തതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് ഉച്ചയോടുകൂടി തന്നെ സ്ഥിതിഗതികൾ ശാന്തമായെങ്കിലും വീണ്ടും ഈ സമരം ശാന്തമായ സാഹചര്യത്തിലാണ് ഈ പോലീസ് സുരക്ഷയിൽ വീണ്ടും ഉദ്യോഗസ്ഥർ ഈ മാടപ്പള്ളിയിൽ ഈ അടയാളക്കല്ലുകൾ സ്ഥാപിക്കാൻ എത്തിയത്. അപ്പോഴാണ് വീണ്ടും സമരക്കാർ വീണ്ടും തടിച്ചുകൂടിയത്. അപ്പോഴാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് ഇവരെ ഈ സമരത്തെ മാറ്റുന്ന അല്ലെങ്കിൽ ഇവരെ ഒഴിപ്പിക്കുന്ന ഒരു നടപടി ഉണ്ടായത്. വലിയ വിമർശനം എന്താണെങ്കിലും പോലീസിനെതിരെ ഉണ്ടായി. അറസ്റ്റ് ചെയ്തതിനു ശേഷം തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തകർ തടിച്ചുകൂടി. കോൺഗ്രസ് BJP പ്രവർത്തകർ എത്തി വലിയ രീതിയിൽ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. നാട്ടുകാർക്കെതിരെ നടത്തിയ പ്രതിഷേധം വളരെ ഭീകരമാണെന്നുള്ളൊരു വാദം, അല്ലെങ്കിൽ മറ്റ് ഈ അറസ്റ്റ് ചെയ്ത ആളുകളെ ഒക്കെ തന്നെ വിട്ടയക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. അവസാനം നേതാക്കളെയൊക്കെ തന്നെ വിട്ടയച്ചെങ്കിലും 3 കോൺഗ്രസ് പ്രവർത്തകരെ കൂടി വിട്ടയക്കാനുണ്ടായിരുന്നു. അങ്ങനെ 1 മണിക്കൂറോളം തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതിഷേധം നീണ്ടു. അങ്ങനെ 3 പ്രവർത്തകരെയും വിട്ടയച്ചപ്പോഴാണ് സമരം അവസാനിച്ചത്. എന്താണെങ്കിലും നാളെ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിനെ BJP-യും UDF-ഉം പിന്തുണയ്ക്കുന്നുണ്ട്. നാളെ എന്താണെങ്കിലും ഇവിടെ ഹർത്താലാണ്. വലിയ പോലീസ് സേനയാണ് എന്താണെങ്കിലും ചങ്ങനാശ്ശേരി പ്രത്യേകിച്ച് മാടപ്പള്ളിയിൽ പോലീസ് വിന്യസിപ്പിക്കുന്നത്. നിമ്മി. ശരി മനീഷ്, ഏതായാലും മാടപ്പള്ളിയിൽ വലിയ പ്രതിഷേധമാണ് ഇന്ന് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുണ്ടായത്. സർവേക്കല്ല് സ്ഥാപിക്കാൻ വന്ന ഉദ്യോഗസ്ഥരെയാണ് തടഞ്ഞത്.
ഈ നാട്ടുകാരെ അടക്കം നീക്കം ചെയ്ത രീതിയിൽ വലിയ പ്രതിഷേധവും ഈ ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ട്. നാളെ ചങ്ങനാശ്ശേരിയിൽ ഹർത്താലുമാണ്. ഈ വിഷയം നിയമസഭയിലും എത്തി. കോട്ടയം മാടപ്പള്ളിയിൽ സിൽവർ ലൈൻ പ്രതിഷേധം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം സിൽവർ ലൈൻ സമരങ്ങളിൽ പ്രകോപനമുണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചങ്ങനാശ്ശേരിയിൽ തഹസീൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. സമാധാനപരമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആക്രമണത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറണമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഈ കേരളയിലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ സമാധാനപരമായിട്ടാണ് നടക്കുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നില്ല. അപ്പൊ അതിന്റെ ഭാഗമായി വലിയ പ്രശ്നം ഇതിനെതിരെ പ്രക്ഷോഭം നടത്താൻ തയ്യാറായവർക്കുണ്ടായി. ഇതിന്റെ ഭാഗമായി തന്നെ എങ്ങനെയെല്ലാം പ്രകോപനം ഉണ്ടാക്കാൻ കഴിയും എന്ന് പ്രതിപക്ഷം ശ്രമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഒരുപാട് തെറ്റായ ഇടപെടലുകളും പ്രകോപനം സൃഷ്ടിക്കലും പോലീസിനെ ആക്രമിക്കലും ഇതിന്റെ സർവേ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ തഹസിൽദാരെ അടക്കം തടഞ്ഞു വെക്കലും ആക്രമിക്കലും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ സംഭവിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പ്രതിപക്ഷം പിൻവാങ്ങണം. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ന് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് എന്ന പാർട്ടി ഏത് രീതിയിലേക്ക് മാറുന്നു എന്നതിന്റെ തെളിവായിട്ട് കൂടിയാണ് ഇത് വരുന്നത്. സമരക്കാർക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. സമാധാനപരമായി കല്ലിടുമെന്ന് നിയമസഭയിൽ നൽകിയ ഉറപ്പ് ലംഘിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാഷ്ട്രീയത്തിന് അതീതമായാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. അമ്മമാരെ പുരുഷ പോലീസുകാർ വലിച്ചിഴച്ചു. മുഖ്യമന്ത്രിക്ക് അധികാരത്തിന്റെ അഹന്തയെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ ജീവനും സ്വത്തും സർക്കാർ സംരക്ഷിച്ചില്ലെങ്കിൽ പ്രതിപക്ഷം സംരക്ഷിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ തന്നെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തി ഈ സമരത്തെ ഇല്ലാതാക്കാം എന്നാണ് മുഖ്യമന്ത്രി കരുതുന്നതെങ്കിൽ അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചു. ഈ ഓരോ അടിച്ചമർത്തലിൽ നിന്നും ഈ സമരം രൂക്ഷമായി കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ജനവിഭാഗങ്ങളും ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് ഈ സമരം ശക്തിപ്പെടുത്തും. ചില ഭരണാധികാരികൾക്ക് അധികാരത്തിൻ്റെ അന്ധത ബാധിക്കുമ്പോൾ ഒന്നും കാണാതെ പോകുന്നതാണ്. ഇത് അധികാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും അന്ധതയാണ് മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ടാണ് കേരളത്തിലെ ഓരോ വില്ലേജിലും നടക്കുന്ന ഈ സമരം കാണാതെ പോകുന്നത്. എറണാകുളം ജില്ലയിലും ഇന്ന് പ്രതിഷേധമുണ്ടായി. എറണാകുളത്ത് തിരുവാങ്കുളം മാമലയിൽ സിൽവർ ലൈൻ സർവേക്കെതിരെ പ്രതിഷേധം. സർവേ കല്ല് സ്ഥാപിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. അതിരടയാള കല്ല് സ്ഥാപിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ പുരയിടങ്ങളിലേക്ക് കടക്കാൻ നാട്ടുകാർ അനുവദിച്ചില്ല. വീട്ടമ്മമാരുടെ നേതൃത്വത്തിൽ ഗേറ്റ് പൂട്ടി പ്രതിഷേധം തീർത്തു. തുടർന്ന് പോലീസുകാരുടെ സഹായത്തോടെ ഉദ്യോഗസ്ഥർ ഗേറ്റ് ചാടിക്കടന്ന് കല്ല് സ്ഥാപിച്ചു. കേരയിൽ സർവേക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്കാണ്. സിനിമാ മേഖലയിൽ ആഭ്യന്തര പരാതി സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്. വിമൻ ഇൻ സിനിമ കളക്ടീവ് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക വിധി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. സിനിമാ സംഘടനകളിലും ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം വേണം. സെറ്റുകളിൽ സ്ത്രീ സുരക്ഷാ സംവിധാനം വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. സിനിമാ മേഖലയിൽ ആഭ്യന്തര പരാതി സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിൽ സന്തോഷം പ്രകടിപ്പിച്ച് ചലച്ചിത്ര പ്രവർത്തകരും WCC അംഗങ്ങളും രംഗത്തെത്തി. കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സിനിമാ മേഖലയെ സംബന്ധിച്ച് സുപ്രധാനമായ വിധിയാണ് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഉണ്ടായത്. അതായത് സിനിമാ മേഖലയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആഭ്യന്തര പ്രശ്നപരിഹാര സെല്ല് രൂപീകരിക്കണം എന്നുള്ള ഉത്തരവ് ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഉണ്ടായി. ഓരോ സിനിമാ യൂണിറ്റും ഒരു എസ്റ്റാബ്ലിഷ്മെന്റായി കണക്കാക്കണമെന്നും വിധിയിൽ പറയുന്നുണ്ട്. 10 പേരിൽ കൂടുതൽ സ്ത്രീകൾ ജോലി നോക്കുന്ന മേഖലകളിൽ പരാതി പരിഹാര സെൽ ഉണ്ടാകണം എന്നുള്ളതാണ് കോടതി ഇന്ന് പ്രധാനമായും നിരീക്ഷിക്കുകയുണ്ടായത്. അതേസമയം ഹൈക്കോടതി വിധിയിൽ വലിയ തൃപ്തി പ്രകടിപ്പിച്ച്, സന്തോഷം പ്രകടിപ്പിച്ച് ചലച്ചിത്ര മേഖലയിൽ നിന്നും നിരവധി ആളുകൾ രംഗത്തെത്തുകയുണ്ടായി. വിധി സ്വാഗതാർഹമാണെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പ്രതികരിച്ചു. തീർച്ചയായും അതൊരു വളരെ ന്യായമായ ആവശ്യമാണ്. അത് സ്വാഗതാർഹമാണ്. വിധി വേറെ ഇതിനകത്ത് മുഖം തിരിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം കോടതി വിധിയാണ്, നടപ്പിലാക്കിയേ പറ്റുള്ളൂ. ഇന്നത്തേത് ചരിത്ര ദിനമാണെന്നും കോടതി വിധി നടപ്പിലാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നുമായിരുന്നു സജിത മഠത്തിലിന്റെ പ്രതികരണം. മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് പൊതുവെയും
മലയാള ഇൻഡസ്ട്രിയിലെ എല്ലാ സ്ത്രീകൾക്കും ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡേ ആണ്. പലപ്പോഴും ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചു പേരുടെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഇത്തരം വിജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. സിനിമാ മേഖലയിൽ വലിയ വിപ്ലവമുണ്ടാക്കാൻ പോകുന്ന വിധി എന്നായിരുന്നു ഈ വിധിയോട് സംവിധായക കൂടിയായ വിധു വിൻസെന്റിന്റെ പ്രതികരണം. ഇത് ഒരു വിപ്ലവകരമായ മാറ്റമാണ്. അത് സംഭവിക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതിലേക്കുള്ളൊരു ചവിട്ടുപടിയിലാണ് നാം. അത് സർക്കാരിന്റെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് അടിയന്തരമായി ഇതിലേക്ക് വരേണ്ടതുണ്ട്. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ 2018 WCC ആണ് ഈ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. തുടർന്ന് ഇക്കഴിഞ്ഞ ജനുവരിയിൽ സംസ്ഥാന വനിതാ കമ്മീഷനും അവരുടെ ആവശ്യം ന്യായമാണെന്ന് കോടതി അറിയിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ വിശദമായ വാദം കേട്ട ശേഷം ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുകൂല ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. സിനിമാ മേഖലയിലും സമൂലമായ മാറ്റം വരാൻ പോകുന്നു. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിവരികയാണ്. WCC പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ഉടൻ യോഗം ചേരുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വനിതാ സിനിമാ പ്രവർത്തകരുടെ സ്വകാര്യത കണക്കിലെടുത്ത് റിപ്പോർട്ട് കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കണമെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. നിയമനിർമ്മാണം അനിവാര്യമാണെന്നും അടുത്ത സഭാ സമ്മേളനത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഇതിനൊരു നിയമനിർമ്മാണം അനിവാര്യമാണ്. ഈ നിയമം നിർമ്മിക്കണമെങ്കിൽ ആ നിയമത്തിന് ആധാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് സഭയുടെ മുമ്പിലേക്ക് ആ വിഷയം വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എടുത്തടിച്ച് ഒരു നിയമം നിർമ്മിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഒരു നിയമം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വരാൻ പോകുന്ന സഭാ സമ്മേളനങ്ങളിൽ അത്തരം ഒരു നിയമം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിക്കുമെന്ന് സഭയ്ക്ക് ഞാൻ ഉറപ്പു. വധഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ നടൻ ദിലീപിന് തിരിച്ചടി. വധഗൂഢാലോചന കേസ് അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല. ക്രൈംബ്രാഞ്ചിന് അന്വേഷണം തുടരാമെന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചു. കേസിൽ വിശദമായ വാദം കേൾക്കാമെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ താൻ തെളിവുകൾ നശിപ്പിച്ചുവെന്ന പ്രോസിക്യൂഷൻ വാദം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ദിലീപ് കോടതിയിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഫോണുകളിൽ നിന്ന് നീക്കം ചെയ്തത് കേസുമായി ബന്ധമില്ലാത്ത സ്വകാര്യ സംഭാഷണങ്ങളാണെന്നാണ് ദിലീപിന്റെ വാദം. കൂടാതെ തന്റെ സഹായി ദാസനെ ഡിവൈഎസ്പി ബൈജു പൗലോസ് ഭീഷണിപ്പെടുത്തി മൊഴി നൽകിച്ചുവെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. അനുകൂലമായി മൊഴി നൽകാൻ അഭിഭാഷകർ സ്വാധീനിച്ചുവെന്ന ദാസന്റെ മൊഴിയും ദിലീപ് തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കോടതിക്ക് കൈമാറുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഫോണുകളിലെ നിർണായക വിവരങ്ങൾ ദിലീപ് നശിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇതിനിടെ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും ജസ്റ്റിസ് ഹരിപാൽ പിന്മാറി. വിരമിക്കാനിരിക്കെയാണ് ജഡ്ജിന്റെ പിന്മാറ്റം. വധഗൂഢാലോചന കേസിൽ അന്വേഷണ സംഘത്തിനെതിരെ ആരോപണമുന്നയിച്ച സൈബർ വിദഗ്ധൻ സായി ശങ്കറിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ചിന്റെ റെയ്ഡ്. ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ചതിൽ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ഫോണിലെ വിവരങ്ങൾ നശിപ്പിക്കാൻ ഉപയോഗിച്ച iMac ലാപ്ടോപ്പ് സായി ശങ്കറിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തു. സായി ശങ്കറിന്റെ ഭാര്യയുടേതാണ് ലാപ്ടോപ്പ്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സായി ശങ്കറിനും ഭാര്യയ്ക്കും ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. കൊച്ചിയിൽ നിന്ന് അരുൺ രാജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വധഗൂഢാലോചന കേസിൽ പ്രതിയായ ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ നശിപ്പിക്കാൻ സഹായിച്ച സൈബർ വിദഗ്ധൻ സായി ശങ്കറിനോട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടി ക്രൈംബ്രാഞ്ച് ഇന്ന് രാവിലെയാണ് നോട്ടീസ് കൈമാറിയത്. നാളെ രാവിലെ 11 മണിക്ക് കളമശ്ശേരിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ നിർദ്ദേശം. ഇതിനിടയിൽ ക്രൈംബ്രാഞ്ച് പെട്ടെന്ന് തന്നെ കോഴിക്കോട്ടെ ഈ സായി ശങ്കറിന്റെ വീട്ടിലും അതുപോലെ തന്നെ സായി ശങ്കറിന്റെ സ്ഥാപനത്തിലും ബന്ധുക്കളുടെ വീട്ടിലുമടക്കം പരിശോധന നടത്തി. 3.5 മണിക്കൂറിലധികം നീണ്ടുനിന്ന പരിശോധനയിൽ ചില വിവരങ്ങൾ കൂടി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. സായി ശങ്കറിന്റെ വീട്ടിൽ നിന്നും ഈ തെളിവുകൾ നശിപ്പിക്കാൻ സഹായിച്ച ലാപ്ടോപ്പും അതുപോലെ തന്നെ ഫോൺ അടക്കമുള്ള വിവരങ്ങൾ കൂടി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. എന്നാൽ അന്വേഷണത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ CI അനിൽകുമാർ വ്യക്തമാക്കി. ഡിജിറ്റൽ എവിഡൻസ് എന്തെങ്കിലും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്? എപ്പോഴേക്കാണ്? അടുത്ത ദിവസത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ഓഫീസിലേക്ക്. അടുത്ത ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നാളെ അല്ല, 2 ദിവസം കഴിഞ്ഞു. ഇല്ല. അതേസമയം സായി ശങ്കറിന്റെ ഭാര്യയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. നാളെ രാവിലെ സായി ശങ്കറിനൊപ്പം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടിയാണ് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസിൽ പ്രധാനമായും പറയുന്നത് ഇന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പുകളിലൊന്ന് സായി ശങ്കറിന്റെ ഭാര്യ ഉപയോഗിക്കുന്നതാണ്. ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് സായി ശങ്കർ കൊച്ചിയിലെത്തുകയും ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ നശിപ്പിക്കുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ വിശദീകരണം അടക്കം തേടുന്നതിനായാണ് സായി ശങ്കറിന്റെ ഭാര്യയെ കൂടി ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചിരിക്കുന്നത്. നിർണായകമായ വിവരം തങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഇക്കട്ടത്തിൽ അവകാശപ്പെടുന്നത്.
24 വാർത്തയിലേക്ക് വീണ്ടും. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ രൂക്ഷമായ ചേരിപ്പോര്. ഹൈക്കമാൻഡ് പരിഗണിക്കുന്ന എം ലിജുവിനെതിരെ കെ മുരളീധരൻ സോണിയാഗാന്ധിക്ക് കത്തയച്ചു. തെരഞ്ഞെടുപ്പുകളിൽ സ്ഥിരമായി തോൽക്കുന്നവർ മണ്ഡലത്തിൽ പോയി പ്രവർത്തിക്കട്ടെ എന്നും ഭാഷാ പ്രാവീണ്യമുള്ളവരാണ് രാജ്യസഭയിലേക്ക് പോകേണ്ടതെന്നും കത്തിൽ കെ മുരളീധരൻ പറഞ്ഞു. എം ലിജുവിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് കെ സുധാകരന്റെ നിലപാട്. എം ഹസന്റെ പേരാണ് എ ഗ്രൂപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത്. രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. സ്ഥാനാർത്ഥി നിർണയത്തിൽ മാനദണ്ഡം നിശ്ചയിച്ചിട്ടില്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു. പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നും KPCC അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. ഹൈക്കമാൻഡ് മാനദണ്ഡം നിശ്ചയിച്ചിട്ടില്ല. ഞങ്ങളോട് ആവശ്യമായ മാനദണ്ഡം നിശ്ചയിച്ച് തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണുള്ളത്. നാളെ ഞങ്ങൾ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുമായി സംസാരിച്ച് നേതാക്കന്മാരുമായി ചർച്ച നടത്തി ഞങ്ങൾ മാനദണ്ഡങ്ങൾ ഫിക്സ് ചെയ്യും. നാളെ ഉച്ചയ്ക്ക് ശേഷം അവൈലബിളായ നമ്മൾ ഇതുവരെ ആഗ്രഹിച്ച അല്ലെങ്കിൽ മത്സരിക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് ഞങ്ങളെ അറിയിച്ച നേതാക്കന്മാരുടെ പേര് വിവരങ്ങൾ വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. നാളെ തന്നെ മിക്കവാറും ഒരു തീരുമാനമെടുക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ്. സ്ഥാനാർത്ഥികൾ കഴിവും യോഗ്യതയുമുള്ളവരായിരിക്കണമെന്ന് ഷാഫി പറമ്പിൽ MLA. സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അവസരം ലഭിച്ചവർ ഇതിന് മുൻഗണന നൽകണമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. ഒരു ജനാധിപത്യപരമായ ഒരു പോരാട്ടത്തിന്റെ അവസരം എന്നുള്ള നിലക്കുള്ള പരിഗണനക്ക് ചേരുന്ന ഫിറ്റായിട്ടുള്ള സ്ഥാനാർത്ഥിയെയാണ് പാർട്ടി നിശ്ചയിക്കേണ്ടത്. മതിയായ കഴിവുണ്ടായിട്ടും അവസരങ്ങൾ ലഭിക്കാത്തവർക്ക് ഈ പരിഗണന പാർട്ടി കൊടുക്കേണ്ടതാണ്. അതിലാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം. രാജ്യസഭ ഒരു ഫൈറ്റിംഗ് പ്ലേസ് ആണ് ഇത്തവണത്തെ ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ. ആ പോരാട്ടത്തിന് കെൽപ്പും ആർജവുമുള്ള പുതുമുഖങ്ങളെയും യുവതയും തന്നെയാണ് പരിഗണിക്കേണ്ടത് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. ഡൽഹിയിൽ നിന്ന് R രാധാകൃഷ്ണനും തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. RK, ഹൈക്കമാൻഡാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് നേതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ നേതാക്കൾക്ക് തന്നെ ഭിന്നാഭിപ്രായമാണ് ഈ വിഷയത്തിലുള്ളത്. ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ താല്പര്യവുമില്ല. ഈ പ്രഖ്യാപനം എപ്പോഴേക്കുണ്ടാകും? ഇത് സംബന്ധിച്ച് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? നാളെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നന്നേ മെലിഞ്ഞുപോയ ഈ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് ഇപ്പോൾ സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശം പരിഗണിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ദേശീയ നേതൃത്വത്തിനെ സംബന്ധിച്ച് അവർക്കും ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വത്തിനും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പട്ടികയിൽ 2 പേരുകളാണ് ഉണ്ടായിരുന്നത്, എം ലിജുവിന്റെയും സതീശൻ പാച്ചേനിയുടെയും. അതനുസരിച്ച് മുന്നോട്ട് പോകാനും തീരുമാനിക്കാനുമായിരുന്നു ധാരണയായിരുന്നത്. ആ ഘട്ടത്തിൽ തന്നെയാണ് സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ രംഗത്തെത്തുകയും കെ മുരളീധരൻ അടക്കമുള്ളവർ ചില കത്ത് നൽകുകയും ചെയ്തിരുന്നത്. അവർ പറയുന്നത് തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്നവരെ ഇപ്പോൾ ഈ ഉപരിസഭയിലേക്ക് അയക്കാൻ ശ്രമിക്കരുത്, ഭാഷാ പ്രാവീണ്യമുള്ളവരെ വേണം അയക്കാൻ ശ്രമിക്കേണ്ടത് എന്നതടക്കമുള്ള വാദങ്ങളാണ് ഉന്നയിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അപ്പോൾ വരെ അപ്രസക്തമായിരുന്ന കൃഷ്ണൻ ശ്രീനിവാസിന്റെ അപേക്ഷ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തന്റെ പിന്തുണ അദ്ദേഹത്തിന് നൽകുന്ന നിലപാടാണ് കെ മുരളീധരൻ സ്വീകരിച്ചത്. അതിന് സമാന്തരമായിട്ട് തന്നെ ഉടൻ എ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് MM ഹസനെ നിർദ്ദേശിച്ചുകൊണ്ടുള്ള നടപടിയും ഉണ്ടായി. ഇതോടെയാണ് ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമായിരിക്കുന്നത്. വിഷയത്തിൽ ഏത് മാനദണ്ഡം വേണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. സംസ്ഥാന നേതൃത്വം തന്നെ ഒരു മാനദണ്ഡം ഉണ്ടാക്കട്ടെ ഇക്കാര്യത്തിൽ എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ മാനദണ്ഡം സ്വീകരിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നാളെ തന്നെ പൂർത്തിയാക്കപ്പെടും. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ താല്പര്യം യുവാക്കളായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യമാണ് ഉപരിസഭയിൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി നൽകിയിരിക്കുന്ന നിർദ്ദേശവും അപ്രകാരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നാളെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കെ സുധാകരനും നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷ് കൂടി ചേരുന്നുണ്ട്. ഗിരീഷ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. എം ലിജുവിന്റെ പേര് ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ പ്രതിഷേധങ്ങളും പല വഴിക്കുണ്ടായി. കെ മുരളീധരൻ അടക്കം പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും സോണിയാഗാന്ധിക്ക് കത്തെഴുതുകയും ഒക്കെ ചെയ്ത സാഹചര്യം. നിലവിൽ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ എന്തൊക്കെയാണ്? ഉയർന്നു വരുന്ന പേരുകളിൽ നാളത്തേക്ക് KPCC അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ സമവായത്തിനുള്ള സാധ്യത എത്രത്തോളമാണ്? നിമ്മി, രാജ്യസഭാ സീറ്റിനെ ചൊല്ലി സംസ്ഥാന കോൺഗ്രസിൽ ഉള്ളെടുത്ത ചേരിപ്പോര് വളരെ രൂക്ഷമാവുകയാണ്.
വിജയിക്കുമെന്ന ഉറപ്പുള്ള ഒരു സീറ്റിൽ പോലും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിസന്ധി സംസ്ഥാന കോൺഗ്രസിൽ വന്നിരിക്കുന്നു. KPCC അധ്യക്ഷൻ മുന്നോട്ട് വെച്ച M. ലിജുവിന്റെ പേരിനെതിരെയാണ് ഇപ്പോൾ K. മുരളീധരൻ സോണിയാഗാന്ധിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഇത് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിഞ്ഞുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. അതോടൊപ്പം തന്നെ കാരണം ഈ നേരത്തെയൊക്കെ K. സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ആളായിരുന്നു K. മുരളീധരൻ. എന്നാൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ചിത്രം പാടെ മാറുന്നു എന്നുള്ളതാണ് സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് A ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി MM ഹസന്റെ പേര് കൂടി ഇപ്പോൾ സജീവമായ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച ആൾ ശ്രീനിവാസ് കൃഷ്ണനെതിരെ വളരെ രൂക്ഷമായ എതിരഭിപ്രായം സംസ്ഥാനത്ത് ഉയർന്നിരിക്കുന്നു. യൂത്ത് കോൺഗ്രസും കോൺഗ്രസും എല്ലാം ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നേരത്തെ ഷാഫി പറമ്പിൽ പറഞ്ഞ പോലെ പുതുമയും യുവത്വമുള്ള ആൾക്കാർ രാജ്യസഭയിലേക്ക് പോകണം എന്നൊരു നിലപാട് യൂത്ത് കോൺഗ്രസ് എടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശ്രീനിവാസ് കൃഷ്ണനെതിരെ മറ്റ് നേതാക്കന്മാർ ഒരുമിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ അസാധാരണമായ ഒരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാന കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയുള്ള അനുനയ ശ്രമങ്ങൾ സംസ്ഥാന കോൺഗ്രസിൽ തുടങ്ങിയിട്ടുമുണ്ട്. നിമ്മി. ശരി, വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ബംഗാൾ CPIMൽ തലമുറ മാറ്റം. പൊളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീമിനെ പശ്ചിമബംഗാൾ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 79 അംഗ സംസ്ഥാന സമിതിയിൽ വനിതകൾക്കും പുതുമുഖങ്ങൾക്കും പ്രാമുഖ്യം. ഇടതു രാഷ്ട്രീയം കടുത്ത വെല്ലുവിളി നേരിടുന്ന പശ്ചിമബംഗാളിൽ സംസ്ഥാന സമ്മേളനത്തിൽ മുഖം മിനുക്കി യുവത്വം കൈവരിക്കുകയാണ് CPIM. പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീമിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. 1964 ശേഷം ആദ്യമായാണ് ബംഗാളിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് സംസ്ഥാന സെക്രട്ടറിയാകുന്നത്. ശ്രീദീപ് ഭട്ടാചാര്യയുടെ പേരും പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും ജനപിന്തുണ കൂടി പരിഗണിച്ച മുഹമ്മദ് സലീമിനെ ഐകകണ്ഠേന തിരഞ്ഞെടുക്കുകയായിരുന്നു. സുർജികാന്ത് മിശ്രയുടെ പിൻഗാമിയായാണ് മുഹമ്മദ് സലീം ബംഗാളിലെ പാർട്ടിയുടെ അമരത്തെത്തുന്നത്. ലോക്സഭാ രാജ്യസഭാംഗമായിരുന്ന മുഹമ്മദ് സലീം ബംഗാൾ ന്യൂനപക്ഷ വികസന സാങ്കേതിക വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. പതിറ്റാണ്ടുകളായി ബംഗാൾ CPMന്റെ മുഖമായ ബിമൻ ബോസ്, സുർജികാന്ത് മിശ്ര തുടങ്ങിയ നേതാക്കൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിഞ്ഞു. ഇരുവരും ഒഴിയാൻ സ്വയം സന്നദ്ധത അറിയിക്കുകയായിരുന്നു. കൊൽക്കത്തയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ തിരഞ്ഞെടുത്ത 79 അംഗ സംസ്ഥാന സമിതിയിൽ 15 വനിതകളും 14 പേർ പുതുമുഖങ്ങളുമാണ്. SFI ദേശീയ സെക്രട്ടറി മയൂഖ് ബിശ്വാസ്, DYFI സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി ഭട്ടാചാര്യ തുടങ്ങിയവർ സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. 24 ഡൽഹി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ഗുരുതര അനാസ്ഥ. അപകടത്തിൽ മരിച്ച യുവാവിന്റെ മൃതദേഹത്തിന് പകരം മറ്റൊരാളുടെ മൃതദേഹം മാറി നൽകി. ഒറ്റശേഖരമംഗലം സ്വദേശി ലാൽമോഹന്റെ ബന്ധുക്കൾക്കാണ് ബാബു എന്നയാളുടെ മൃതദേഹം നൽകിയത്. ലാൽമോഹൻ മെഡിക്കൽ കോളേജിൽ മരിച്ചത് സംസ്കാരം കഴിഞ്ഞ് 4-ാം നാൾ. വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ബന്ധുക്കൾക്ക് മൃതദേഹം മാറിപ്പോയതാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയതെന്നും ആശുപത്രിയുടെ വിശദീകരണം. സംഭവത്തിൽ സൂപ്രണ്ട് സെക്യൂരിറ്റി ഓഫീസറോട് റിപ്പോർട്ട് തേടി. ഉറ്റവർക്ക് മൃതദേഹം മാറി നൽകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടർക്കഥയാകുകയാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇത് 3-ാം തവണയാണ് ഗുരുതരമായ അനാസ്ഥ ആവർത്തിക്കുന്നത്. ഇത്തവണത്തെ സംഭവം ഇങ്ങനെ. ഒറ്റശേഖരമംഗലം സ്വദേശിയായ ലാൽമോഹനും പ്രാവച്ചമ്പലം സ്വദേശിയായ ബാബുവിനെയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടന്ന അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത് ഈ മാസം 11-ന്. ഇരുവരെയും അജ്ഞാതരെന്ന് രേഖപ്പെടുത്തി. അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ ലാൽമോഹൻ എന്ന വ്യക്തി അവിടെ വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് ആളുടെ മൊബൈലിനകത്ത് ഈ പറഞ്ഞതുപോലെ ആധാർ, ലൈസൻസ് ഇതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ആളിനെ ഇവിടുന്ന് കൊണ്ട് അവിടെ എത്തിച്ചു. അവർ അൺനോൺ എന്നും പറഞ്ഞ് സംഭവം ചെയ്തു. ലാൽമോഹനാണെന്ന് കരുതി അധികൃതർ ബന്ധുക്കളെ കാണിച്ചത് ബാബുവിനെ. ഞങ്ങൾ നോക്കിയപ്പോൾ ഇത്രയും ആക്സിഡൻറ്റ് ഫുള്ള് ബ്ലഡും ഇതായിട്ടൊക്കെ രൂപവും ഏകദേശം സാമ്യം, ആളിൻ്റെ സെയിം നീളവും സൈസും എല്ലാം അതുപോലെ അങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ 2 പേർക്കും തലയിൽ മുടിയില്ല, കഷണ്ടിയാണ്. അങ്ങനെ എല്ലാം രൂപസാദൃശ്യം എല്ലാം ഉണ്ടായിരുന്നു. ബൈസ്റ്റാൻഡറായിട്ട് ഞങ്ങൾ 2 പേരും അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നെല്ലാം ഈ ബാബു എന്ന് പറഞ്ഞ ആളിനിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഈ വായി കൂടെ മൂക്കി കൂടെ ട്യൂബും കാര്യങ്ങളെല്ലാം ഇട്ടിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത്. ഞങ്ങൾ ലാൽമോഹൻ എന്ന് കരുതി തന്നെയാണ് ചെയ്തതും. പിറ്റേന്ന് മരിച്ച ബാബുവിന്റെ മൃതദേഹം ലാൽമോഹന്റെ ബന്ധുക്കൾക്ക് കൈമാറുകയും അവരത് സംസ്കരിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന അജ്ഞാതൻ എന്നു രേഖപ്പെടുത്തിയ ലാൽമോഹൻ മരിക്കുന്നത് ഇന്നലെ രാവിലെ. പോലീസിൽ നിന്ന് അന്വേഷണം വരികയും തുടർന്ന് മോർച്ചറിയിലെത്തി മൃതദേഹം കാണുകയും ചെയ്ത ബന്ധുക്കൾ ഞെട്ടി. രണ്ടാമത് അവിടെ പോയി മോർച്ചറി തുറന്ന് കാണിക്കുമ്പോഴാണ് ഞങ്ങളുടെ ലാലി, അപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. അതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല ലാലിന് വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. അത്യാസന്ന നിലയിലായിരുന്ന ലാൽമോഹനെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റണമായിരുന്നെങ്കിൽ അതിനുള്ള അവസരം കൂടി നഷ്ടപ്പെടുത്തിയതായി ബന്ധുക്കൾ 24-നോട് പറഞ്ഞു. എന്നാൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം
ബോഡി റിലീസ് ചെയ്തത് പോലീസാണ്. പോലീസിന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും, പോലീസ് ബന്ധുക്കൾക്ക് കൈമാറുകയുമാണ് ചെയ്യുന്നത്. സാധാരണ നിയമപ്രകാരമുള്ള ഒരു സമ്പ്രദായം അതാണ്. അപ്പൊ ഇവിടെ പോലീസ് ബന്ധുക്കൾക്ക് കൈമാറിയ ഒരു മൃതദേഹം അത് തിരിച്ചറിഞ്ഞത് ബന്ധുക്കൾ തന്നെയാണ്. അപ്പൊ ഇതിൽ ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഇവർ ഈ രോഗിയെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സംഭവത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ സൂപ്രണ്ട് സെക്യൂരിറ്റി ഓഫീസറോട് ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. പത്തനംതിട്ട കൂടലിൽ പോക്സോ കേസിൽ വൈദികനെ അറസ്റ്റ് ചെയ്തു. കൂടൽ ഓർത്തഡോക്സ് പള്ളിയിലെ വികാരി പോൺസൺ ജോൺ ആണ് പോലീസ് പിടിയിലായത്. മാർച്ച് 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കൗൺസിലിംഗിനെത്തിയ 17-കാരിക്ക് നേരെയായിരുന്നു വൈദികന്റെ ലൈംഗിക അതിക്രമം. മാർച്ച് 12, 13 തീയതികളിലായി 2 തവണ കുട്ടിയെ പീഡിപ്പിച്ചതായാണ് പരാതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കുട്ടി പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് വൈദികന്റെ കീഴിൽ കൗൺസിലിംഗിന് വിധേയമാക്കിയത്. ഇതിനിടയിലായിരുന്നു പീഡനം. ആദ്യ തവണ കൗൺസിലിംഗ് സെന്ററിലും 2ാം തവണ പെൺകുട്ടിയുടെ വീട്ടിലും വെച്ചായിരുന്നു ലൈംഗിക അതിക്രമം നടന്നത്. പെൺകുട്ടി സഹപാഠിയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. തുടർന്ന് സ്കൂൾ അധികൃതർ പത്തനംതിട്ട വനിതാ പോലീസിൽ പരാതി നൽകി. ഇന്ന് പുലർച്ചെ വൈദികനെ കൊടുമണ്ണിലുള്ള വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ പത്തനംതിട്ട പോക്സോ കോടതിയിൽ ഹാജരാക്കും. 24 പത്തനംതിട്ട. ഇടുക്കിയിൽ അന്ധവിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിലായി. വിദ്യാലയത്തിലെ വാച്ചറും പോത്താനിക്കാട് സ്വദേശിയുമായ രാജേഷാണ് അറസ്റ്റിലായത്. 2020-ലാണ് കേസിനാസ്പദമായ സംഭവം. പീഡിപ്പിച്ച കേസ് പണം നൽകി ഒതുക്കാനും പ്രതി ശ്രമിച്ചു. 1 വർഷം മുമ്പാണ് വിദ്യാർത്ഥിനിയെ സ്കൂളിലെ വാച്ചറായ രാജേഷ് പീഡിപ്പിച്ചത്. സ്കൂൾ ബസ്സിൽ വെച്ചും സ്കൂൾ ഹോസ്റ്റലിൽ വെച്ചും പ്രതി കയറി പിടിക്കുകയായിരുന്നു. പീഡനം പുറത്തറിയും മുൻപ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ പ്രതി തന്നെ തുടങ്ങി. പീഡനത്തിനിരയായ പെൺകുട്ടിയെ സഹായിച്ചിരുന്ന സുഹൃത്തിന് പണം നൽകിയായിരുന്നു തുടക്കം. പിന്നീട് പെൺകുട്ടിയുടെ സഹോദരനോട് തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഉറപ്പ് തന്നെ അങ്ങനെ ഒരു സംഭവം ഇനി വേറൊരു ആരുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു കൂട്ടില്ല. ഇവരുമായിട്ട് ഇങ്ങനെ ഇത്ര ഇത് വന്നത് കൊണ്ട് പറ്റിപ്പോയതാണത്. ഞാൻ ചേട്ടന് ഫുള്ള് ഉറപ്പ് തന്നെ. ചേട്ടൻ ഈ ഒരു പ്രാവശ്യത്തേക്ക് എനിക്ക് ക്ഷമിച്ച് ഞാൻ ആ കൊച്ചിന്റെ ഭാവിയിലോട്ട് ഇതിന് എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഒക്കെ ചെയ്തേക്കാൻ നാളെ ഇതുവരെ ചെയ്തിട്ടുമുണ്ട്. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ കാഴ്ചപരിമിതരുടെ സംഘടനയുടെ സംസ്ഥാന നേതാവും സ്കൂൾ മാനേജറുമായ വ്യക്തിയുടെ നേതൃത്വത്തിൽ കേസ് ഒത്തുതീർപ്പാക്കി. പോലീസിൽ അറിയിച്ചില്ല. അടുത്തിടെ പെൺകുട്ടി ഇക്കാര്യം സുഹൃത്തിനോട് പറഞ്ഞു. തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് വിശദവിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ കാഞ്ഞാർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയമായി പരിശോധിച്ച് തുടരന്വേഷണം നടത്തുമെന്ന് കാഞ്ഞാർ പോലീസ് അറിയിച്ചു. 24 ഇടുക്കി. കേരളിനും കെ-സ്വിഫ്റ്റിനും വേണ്ടി KSRTCയെ സർക്കാർ തകർക്കുന്നുവെന്ന് പ്രതിപക്ഷം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിട്ടും KSRTCയെ സഹായിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും പ്രതിപക്ഷം ആക്ഷേപിച്ചു. ഇന്ധനവില കൂട്ടി KSRTCയെ തകർക്കാൻ BJP സർക്കാർ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം അതിന് കൂട്ടുനിൽക്കുന്നുവെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു കുറ്റപ്പെടുത്തി. KSRTCയെ നിഷ്ക്രിയമാക്കുന്നതിന് ബോധപൂർവം ഷെഡ്യൂളുകൾ വെട്ടിക്കുറയ്ക്കുന്നുവെന്നാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം ആരോപിച്ചത്. കെ-സ്വിഫ്റ്റ് കമ്പനി കോർപ്പറേഷനെ കുളം തോണ്ടുകയാണെന്ന അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കെ-സ്വിഫ്റ്റിന്റെ ലക്ഷ്യം പിൻവാതിൽ നിയമനമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. KSRTCയിലെ 8600 താൽക്കാലിക ജീവനക്കാരെ ഇതിനോടകം പിരിച്ചുവിട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ 27,000 48,000-ൽ നിന്ന് 27,000-ലേക്ക് വരുന്ന വഴിയാണ് ഞാൻ പറയുന്നത്. 8600 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടുണ്ട്. പിൻവാതിൽ നിയമനമാണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത് കാര്യമറിയാവുന്ന എല്ലാ ആളുകൾക്കും അറിയാം. KSRTC സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിൽ UDF സർക്കാരുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഗതാഗത മന്ത്രി മറുപടി തുടങ്ങിയത്. ഒന്നാം പിണറായി സർക്കാർ 4,924 കോടി രൂപ KSRTCക്ക് നൽകി. ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് കൊടുത്ത സഹായം പിണറായി സർക്കാർ 1 വർഷം കൊണ്ട് കൊടുത്തുവെന്ന് മന്ത്രി ആന്റണി രാജു. ഉമ്മൻചാണ്ടി സർക്കാർ 5 കൊല്ലം കൊണ്ട് കൊടുത്തത് 1543 കോടി രൂപയാണെങ്കിൽ ഞങ്ങൾ 1 കൊല്ലം കൊണ്ട് കൊടുത്ത് ഈ വർഷം 1868 കോടി രൂപ. സാർ, കേന്ദ്രത്തിന്റെ തെറ്റായ നയത്തിൽ പ്രതിപക്ഷം സർക്കാരിനൊപ്പമുണ്ടെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് സിൽവർ ലൈന് വേണ്ടി KSRTCയെ തകർക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തി. സിൽവർ ലൈൻ എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി 2 ലക്ഷം കോടി രൂപ ചെലവാക്കുമ്പോൾ ഈ KSRTCയെ രക്ഷിച്ചെടുക്കാൻ ഒരു 2000 കോടി രൂപ ചെലവാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയും, നിങ്ങൾ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല, നിങ്ങൾക്ക് വലതുപക്ഷ വ്യതിയാനം സംഭവിച്ച ഗവൺമെന്റാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി.
24 തിരുവനന്തപുരം. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇനി 2019 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന്റെ വിതരണമാണ്. 2019 ഈ അവാർഡിന് അർഹനായിരിക്കുന്നത് 6 പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ കാർട്ടൂൺ രംഗത്ത് പ്രമുഖ സ്ഥാനം അലങ്കരിച്ച ശ്രീ യേശുദാസനാണ്. അദ്ദേഹത്തിന് വേണ്ടി അവാർഡ് ഇവിടെ ഏറ്റുവാങ്ങുന്നത് അദ്ദേഹത്തിന്റെ മകൻ ശ്രീ സുഗുദാസ് ആണ്. ശ്രീ യേശുദാസിന് 2019 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. മരക്കുതിരമേലേറിയ മന്നത്തു പത്മനാഭൻ കഥാപാത്രമായ കാർട്ടൂൺ ജനയുഗം പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് 1900. കോട്ടയം രാമപുരം കൊണ്ടാട്ടുകുന്നേൽ കെ ദാസൻ നിര്യാതനായി. ഫ്ലവേഴ്സ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് നിഖിൽ കെ ദാസ് മകനാണ്. സംസ്കാരം ഇന്ന് രാത്രി 9 മണിക്ക് രാമപുരത്തെ വീട്ടുവളപ്പിൽ. ഷീലയാണ് ഭാര്യ. അഖിൽ കെ ദാസ് മകനാണ്. പൊതുമേഖലാ എണ്ണ കമ്പനികൾ വില കുത്തനെ വർദ്ധിപ്പിച്ചതിനെതിരെ നിയമ നടപടിയുമായി KSRTC. ഡീസൽ വില വർധനവിനെതിരായ ഹർജി നാളെ ഫയൽ ചെയ്യുമെന്ന് KSRTC സ്റ്റാൻഡിംഗ് കൗൺസിൽ. റീറ്റെയിൽ വിലയിൽ നിന്ന് 27.88 രൂപയുടെ വർധനയാണ് ഏർപ്പെടുത്തിയത്. പ്രതിദിനം KSRTCക്ക് 75 ലക്ഷം രൂപ മുതൽ 83 ലക്ഷം രൂപയുടെ അധിക ബാധ്യത വരുന്നുണ്ടെന്നും സ്റ്റാൻഡിംഗ് കൗൺസിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.